ആക്ച്വലി നമ്മൾ ചെയ്യുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മാനസിക അവസ്ഥ. ആ കാര്യത്തിനെക്കുറിച്ച് നമ്മൾ വളരെ സ്ട്രെസ്ഡ് ഔട്ടായിട്ട് എനിക്ക് എങ്ങനെ ആയാലും ഞാൻ ഇന്ന ഷേപ്പിലായിരിക്കണം, ഞാൻ ഇന്ന വെയ്റ്റിനേക്കാളും 1 കിലോ കൂടാൻ പാടില്ല, അങ്ങനെ അത് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരു കാര്യത്തിനെക്കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ റിസൾട്ട് നിങ്ങൾ എന്തായാലും നിലനിർത്തും, പക്ഷെ അത് സന്തോഷത്തോടു കൂടെ ആയിരിക്കില്ല. അപ്പോൾ അതും ആക്ച്വലി എനിക്ക് മനസ്സിലായിട്ടുള്ളത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ശരീരം നമ്മുടെ ചിന്താഗതിയുടെ ദൃശ്യാവിഷ്കാരമാണ്, ഒരു പ്രതിഫലനമാണ്, റിഫ്ലക്ഷൻ ഉണ്ടായത്. ആക്ച്വലി ദൃശ്യാവിഷ്കാരമാണ്. നമ്മുടെ വികാരങ്ങളോ ചിന്താഗതിയോ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അത് കാണാൻ പറ്റും ശരീരത്തിൽ. സോ യുവർ ബോഡി ഈസ് വാട്ട് യു തിങ്ക് ആൻഡ് വാട്ട് യു ഫീൽ ആൻഡ് വാട്ട് യു ബിലീവ്. അപ്പോൾ നമ്മുടെ ബിലീഫ്സ് എന്താണ്, നമുക്ക് നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തൽ എന്താണ്, നമുക്ക് നമ്മളെക്കുറിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലാതെ എല്ലാവരും സ്വയം ക്രിട്ടിസൈസ് ചെയ്യാനാണ് ഇരിക്കുന്നത് എന്നും. അതായത് ഞാൻ ഇന്ന കാര്യത്തിൽ പോരാ, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ്, ഞാൻ നന്നാവില്ല, ഈ ചിന്താഗതി മാറ്റിയിട്ട് അതിൻ്റെ അപ്പുറത്തെ വശങ്ങളൊന്ന് ചിന്തിക്കൂ. എന്നെ ഏതൊക്കെ കാര്യത്തിൽ എനിക്ക് എന്നെക്കുറിച്ച് മതിപ്പുണ്ട്, എൻ്റെ ഗുണങ്ങൾ എന്താണ്, എനിക്ക് ഇനി നന്നാവാൻ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയാസ് എന്തൊക്കെയാണ്, അത് വളരെ സ്നേഹത്തോടെയും വളരെ എന്താ പറയുക, നമുക്ക് നമ്മളോട് തന്നെ ഒരു സ്നേഹവും ഒരു പേഷ്യൻസും ഒരു മയം വേണം. നമ്മൾ ബാക്കി ലോകത്തുള്ള എല്ലാവരോടും നന്നായിട്ട് പെരുമാറും, നമ്മളോട് തന്നെ ഏറ്റവും മോശമായിട്ടാണ് സാധാരണ ആൾക്കാർ. ഇപ്പൊ നേരത്തെ ചിന്തകളുടെ ദൃശ്യാവിഷ്കാരമാണെന്ന് പറഞ്ഞു, ഇപ്പോൾ സൈക്കോളജി പഠിച്ച ഒരാളെന്ന് അറിയാം, BMI അല്ലെ, ബോഡി മൈൻഡ് ഇന്റലക്ച്വൽ. ഇത് നമ്മളുടെ പരസ്പര ബന്ധമാണ്, ഓരോരുത്തരും വ്യക്തിത്വം നിർണ്ണയിക്കുന്നത്. പക്ഷെ ആൾക്കാർ അതിനെ നോക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ആയിട്ടാണ്. BMI എന്ന് പറഞ്ഞ ബോഡി മാസ് ഇൻഡെക്സ് എന്ന രീതിയിൽ കാണുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ വളരെ ക്രിട്ടിക്കൽ ആവും. നമ്മുടെ ബോഡി എന്തോ നമ്മളല്ല, നമ്മുടെ എന്തോ ഒരു പൊസഷനാണ്, നമ്മുടെ കാറ്, നമ്മുടെ വീട്, നമ്മുടെ ബോഡി എന്നുള്ള രീതിയിൽ. സത്യത്തിൽ ഈ ബോഡിയാണ് നമ്മൾ മരണം വരെ താമസിക്കാനുള്ള നമ്മുടെ സ്പേസ്, അത് നമ്മൾ തന്നെയാണ്. സിനിമയിൽ സജീവമാകുന്ന പലരും, ചിലർ തുണി ബിസിനസ് തുടങ്ങുന്നു, ചിലർ ബുട്ടീക്ക് തുടങ്ങുന്നു, ചിലർ ഹോട്ടൽ ബിസിനസ് തുടങ്ങുന്നു. ഇവിടെ ലെന ചെയ്തത് ആകൃതി എന്ന രീതിയിലുള്ള ഒരു സംരംഭമാണ്. ആകൃതി നമ്മൾ ഈ പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെ, ഒരാളുടെ ആകൃതിയെ നിർണ്ണയിക്കുന്ന ഒരു വെഞ്ചറാണ്. എന്താണ് ആകൃതിയുടെ വിശേഷങ്ങൾ? ആകൃതിയുടെ വിശേഷങ്ങൾ നന്നായിട്ട് പോകുന്നു. അതിൻ്റെ ഇനിയും ബ്രാഞ്ചസ് തുടങ്ങാനുള്ള പ്ലാനുണ്ട്. എന്നാൽ ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി സജീവമായിട്ട് ഇപ്പോൾ ബിസിനസ്സിൽ നിൽക്കുന്നില്ല. ഞാൻ ഓൾറെഡി എൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാവുന്ന എല്ലാം ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി നടത്തുന്നത് എൻ്റെ പാർട്ട്ണറാണ്, ഫിസിയോതെറപ്പിസ്റ്റ് ലൂയിസയാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഈ ആകൃതിയുടെ പിന്നിലുള്ള സത്യത്തിൽ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളെക്കുറിച്ച് ഒരു പോസിറ്റീവ് അഭിപ്രായം ഉണ്ടാവണമെങ്കിൽ അത് ഈ നിമിഷം മുതൽ തുടങ്ങാം. പക്ഷെ നമ്മുടെ ബോഡിക്ക് ഈ നിമിഷത്തെ ഇതുമായിട്ട് നമ്മുടെ ചിന്താഗതിയുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റാൻ എത്ര സമയം കൂടുതൽ എടുക്കുന്നോ നമ്മുടെ ആ വിൽ പവർ കുറഞ്ഞുകൊണ്ട് വരും. ഇപ്പൊ നമ്മൾ ഇന്നൊരു നല്ല ടോക്ക് കേട്ടു, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ കേട്ടു, നമ്മൾ പോസിറ്റീവായിട്ട് പിന്നെ നമ്മൾ മിററിന്റെ മുമ്പിൽ നിന്നിട്ട് നമ്മുടെ ആ പഴയ ചിന്താഗതിയിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ ഉള്ള ഒരു തരം മെഡിക്കൽ ഹെൽപ്പാണ് ഞങ്ങളുടെ സ്ലിമ്മിംഗ് സെന്റർ. ഫിസിയോതെറപ്പി ബേസ്ഡ് ആണ്. ഫിസിയോതെറപ്പിയാണ്, പ്യുവർ ഫിസിയോതെറപ്പിയാണ്. അപ്പോൾ ഈ ആകൃതി എന്ന സംരംഭം തുടങ്ങുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ, ഒരു പാചക വിദഗ്ധൻ നല്ലൊരു പാലടപ്രഥമൻ ഉണ്ടാക്കിയാൽ ആദ്യം പുള്ളി നിർത്തി ഇത്തിരി കഴിച്ചു വെക്കും, ഇതിന്റെ സ്വാദ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പ്രാപ്തമാണോ എന്നുള്ളത്. ലെന സ്വയം പരീക്ഷിച്ചു അതില്. ഞാൻ ഈ ബിസിനസ് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഫിസിയോതെറപ്പിസ്റ്റ് ആയ ലൂയിസ, എൻ്റെ ക്ലാസ്മേറ്റ് ആണ് 4ാം ക്ലാസ് മുതൽ. അപ്പൊ ഞാൻ ഒരിക്കൽ എന്നെ കണ്ടാ അറിയാം, ഞാൻ ഇതിനു മുമ്പ് കുറെ ചബ്ബിയായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഈ ഡയറ്റിങ്ങും ഇതും അതേ പറഞ്ഞ പോലെ ബോഡി നമ്മുടെ എന്തോ ഒരു പൊസഷൻ ആണെന്നുള്ള മട്ടിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. അപ്പൊ ഈ ഡയറ്റ് നോക്കുക, ആ ഡയറ്റ് നോക്കുക, എക്സസൈസിന് നമ്മൾ ഫോഴ്സ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ബോഡീനെ സ്നേഹിച്ചാൽ അത് തന്നെ നന്നാവും. അത് ഞാൻ കണ്ടുപിടിച്ചതൊക്കെ ഈ വഴിക്കാണ്. അതാ ഞാൻ പറഞ്ഞ ഒരു സ്റ്റാർട്ടിങ് വേണം. അപ്പോൾ ഞാൻ ഈ വെയിറ്റ് ലോസിന് വേണ്ടി ഒരുപാട് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഒന്ന് ഞങ്ങളുടെ അവിടെ വരൂ. അപ്പോൾ അവർ ഓൾറെഡി തൃശ്ശൂർ ഇത് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി, ഞാൻ ഓൾമോസ്റ്റ് 7 kgs ആണ് കുറച്ചത്. 7 kgs എന്തോ ഞാൻ 15 days കൊണ്ട് കുറച്ചു. എന്ന് വെച്ചാൽ എൻ്റെ ആവശ്യം ഫോർവേഡ് മാഗസീൻ്റെ ഫോട്ടോഷൂട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു 2 മാസം സമയം ഉണ്ടായിരുന്നു അതിലെ കോസ്റ്റ്യൂംസിലേക്ക് നല്ല കോൺഫിഡൻസോട് കൂടെ ഫിറ്റ് ആവാൻ. പക്ഷെ ഞാൻ ആ ഓൾമോസ്റ്റ് 1.5 മാസം ഞാൻ പല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കി, സമയം പോയി, വെയിറ്റ് കുറഞ്ഞില്ല. ആ അവസാനത്തെ 15 ദിവസത്തിലാണ് ഞാൻ ലൂയിസനെ മീറ്റ് ചെയ്യുന്നത്. അവിടെ പോയി
7 കിലോ കുറച്ചത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അതായത് നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യം ഫിസിയോതെറപ്പി വഴി തുടങ്ങി വെച്ചാൽ മതി, പിന്നെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കോൺഫിഡൻസിലാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇതിലൊരു പാർട്ട്ണർ ആവാം, നമുക്കിത് വലിയ രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എന്ന് വെച്ചാൽ അത്രയും യൂസ്ഫുൾ ആണ്. വെറും ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല, കൂടുതലും ഒബേസിറ്റി ഇന്നൊരു പ്രശ്നമാണ്. എന്നാൽ ഒബേസിറ്റി കുറേയൊക്കെ നമ്മുടെ മാനസിക അവസ്ഥയും എല്ലാം കൊണ്ടാണ് ഒബേസിറ്റി ഉണ്ടാവുന്നത്. നമ്മുടെ ചക്ര ഇംബാലൻസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് തുടങ്ങി കിട്ടാൻ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് വേണ്ടേ? 2 കിലോ കുറഞ്ഞാൽ തന്നെ ഒരാളുടെ വിശ്വാസം, അവരെ തെളിച്ചൊക്കെ വേറെ രീതിയാണ്. അപ്പോ എന്നാൽ ഇതിനു വേണ്ടിട്ട് ഭയങ്കര കഠിനാധ്വാന പറ്റില്ല. 130 കിലോ ഉള്ള ഒരാൾ പോയി ട്രെഡ്മില്ലിൽ നടന്ന മുട്ടിന് തേയ്മാനം വരും. മുരളിമേനോൻ പറഞ്ഞ മേലനങ്ങാതെ മെലിയാന്ന്. അതെ, ഇത് മേലനങ്ങാതെ മെലിയ എന്ന് പറഞ്ഞാല് ഇത് മേലനങ്ങാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അവർക്ക് പറ്റുന്നില്ല, ഹെൽത്ത് കണ്ടീഷൻസ് കൊണ്ടോ ഹാർട്ടിന്റെ പ്രോബ്ലംസ് ഉള്ളവർക്കോ ഇതൊക്കെ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മെഷീൻസ് വെച്ച് നമ്മളത് ചെയ്ത് തുടങ്ങിയ പിന്നെ ആ കോൺഫിഡൻസിൽ നമുക്ക് പറ്റും. ആ ഒരു പുതിയ പരിവർത്തനം വന്ന ലെന പിന്നീട് കുറേ യാത്രകൾ ചെയ്തു. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു ട്രാവൽ മാഗസിൻ കാണുന്ന പോലെ തുടങ്ങിയപ്പോൾ അതിന് അത്ര താല്പര്യത്തോടെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ആളുകൾ. അങ്ങനെ ചെയ്ത യാത്രകളുടെ ചില അനുഭവങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പറയാൻ പറ്റുക? ഞാൻ പണ്ടും യാത്രകൾ ചെയ്യുമായിരുന്നു, പക്ഷെ വളരെ അഡ്വെഞ്ചറസ് അല്ല എന്ന് പറയാം. എന്ന് വെച്ചാൽ അത്ര ദൂരമില്ല. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ താമസിക്കണ ഞാൻ ഹംപി പോയി താമസിക്കാറുണ്ട്. അപ്പോൾ 2 ആഴ്ചയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോയി ഹംപിയിൽ നിൽക്കും. എനിക്ക് ഭയങ്കര പീസ്ഫുൾ മെഡിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഹംപിയിൽ. അത് ഈ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആവുന്നതിന് മുമ്പാണ് കേട്ടോ. ആ സമയത്ത് അതൊരു സജീവമായിട്ടുള്ളൊരു വില്ലേജ് ആയിരുന്നു. അവിടെ വർഷങ്ങളായിട്ട് അമ്പലത്തിൽ പൂജ നടക്കുകയും പുറത്ത് ചെറിയ കടകളൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു. ഇപ്പം അങ്ങനെ അല്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ പോയി താമസിക്കുമായിരുന്നു. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ എക്സ്പ്ലോഷനിൽ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഇസ് ദ ടൈം ഓഫ് ഡാറ്റയിസം. ലാർജ് ഡാറ്റ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. എല്ലാവരും അവരവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഇന്റർനെറ്റിലേക്ക് നമ്മൾ ഓരോ തുള്ളി വെള്ളം ഇട്ട് ഒരു കടലുണ്ടാക്കുന്ന പോലെയാണിത്. അപ്പോൾ അതിലേക്ക് നമ്മൾ എന്തിടുന്നു എന്നുള്ളത് നമ്മൾ വളരെ കോൺഷ്യസ് ആയിരിക്കണം. ഇത് തന്നെയാണ് ഇനി നമ്മുടെ ഫ്യൂച്ചർ ആവാൻ പോകുന്നത്. അപ്പം ഞാൻ യൂഷ്വലി എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എല്ലാം എംപവറിങ് ആണ്. അതായത് വേറൊരാളിൽ അത് ആത്മവിശ്വാസം ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ വേറൊരാൾക്ക് വെറുതെ ഒരു ചിരി കിട്ടുമോ, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും, ഏത് രീതിയിൽ അത് പോസിറ്റീവ്ലി ഹെൽപ്പ് ചെയ്യുമോ എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അത്യാവശ്യം ഫോളോവേഴ്സ് ഓട്ടോമാറ്റിക്കലി സിനിമയിലായതുകൊണ്ട് വരുന്നതാണ്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കണ്ടന്റ് ഒരിക്കലും സിനിമയെ പറ്റി മാത്രമല്ല, നമ്മുടെ എൻറ്റയർ ലൈഫ് നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷെയർ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ ലിവിങ്ങിനെ കുറിച്ച് വളരെ കോൺഷ്യസ് ആവുകയാണ്. നമ്മൾ കൂടുതൽ നന്നായിട്ട് ജീവിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ കാപട്യം കാണിച്ചിട്ട് എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പില്ല. നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ നന്നാക്കിയിട്ട് നമുക്ക് അത് പ്രസന്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എല്ലാം കൊണ്ടും ഗുണമാണ്. സോ അങ്ങനെയാണ് ഈ ട്രാവൽസ് ഞാൻ ഷെയർ ചെയ്ത് തുടങ്ങിയത്. ഈ ട്രാവൽ ഷെയർ ചെയ്ത് തുടങ്ങിയത് ഞാൻ നേപ്പാളിൽ പോയത് ഒരു സോളോ ട്രിപ്പായിരുന്നു. മുടി വെട്ടിയോ? മൊട്ടയടിച്ചെന്ന് തിരിച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻസ്പിറേഷൻ കാരണമാണ് നമ്മുടെ കൃഷ്ണപ്രഭ കഴിഞ്ഞ ദിവസം മൊട്ടയടിച്ചിട്ടുണ്ട്. കൃഷ്ണപ്രഭ പക്ഷെ തിരുപ്പതി പോയിട്ട് അങ്ങനെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം മൊട്ടയടിച്ചപ്പോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാ കൃഷ്ണപ്രഭയ്ക്കും അമ്മയ്ക്കും. അപ്പൊ ഈ വർഷം അവര് മൊട്ടയടിച്ചിട്ടുണ്ട്. ഈ മൊട്ടയടിക്കൽ എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് എന്തുകൊണ്ടെന്നറിയില്ല, ഭയങ്കര ആഗ്രഹമാണ് മൊട്ടയടിക്കാൻ. എന്നാൽ പെൺകുട്ടിയായിട്ട് ജനിച്ചാൽ മൊട്ടയടിക്കാൻ ഭയങ്കര പാടാണ്, ആരും സമ്മതിക്കില്ല. പിന്നെ സിനിമയിലും കൂടെ ആണെങ്കിൽ പറയേ വേണ്ട. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറ്റിയ സമയം എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായി. നമ്മൾ മൊട്ടയടിക്കുമ്പോൾ ഒരു പ്രത്യേക എന്താ പറയാ, നിർവൃതി എന്നല്ല അതിന്റെ വാക്ക്, എന്തൊരു ഫ്രീഡം, ഒരു പരമാനന്ദം, ഒരു ഭയങ്കര ഫ്രീഡം ഫീൽ ചെയ്യും. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഇൻസ്പിറേഷൻ പോലെയാണ് വന്നത്. എനിക്കൊന്ന് ട്രാവൽ ചെയ്യണം. അപ്പോൾ 20 years തികഞ്ഞ സമയമാണ് സിനിമയിൽ. അപ്പോൾ ഇത്രയും വർഷം അധ്വാനിച്ചതിൻ്റെ ഒരു ബ്രേക്ക് ആയിട്ട് ഞാൻ എനിക്ക് തന്നെ കൊടുക്കുന്ന ഒരു സമ്മാനമായിട്ടായിരുന്നു അത്. കുറച്ച് നാൾ ഞാൻ ഭയങ്കര സജീവമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടിന്യൂസ്ലി ബാക്ക് ടു ബാക്ക് വർക്കായിരുന്നു. പറഞ്ഞ ഒരു വർക്കഹോളിക്കായി മാറിയിട്ടുണ്ടായിരുന്നു. ജീവിതത്തിൽ വേറെ ഒന്നിനും സമയമില്ല. ഷൂട്ടിന്റെ ഇടയിൽ വരുന്ന സമയത്ത് മാത്രമേ വേറെ എന്തെങ്കിലും ചെയ്യൂ, അല്ലാതെ അതിനുവേണ്ടി സമയം മാറ്റി വെക്കില്ല. ഷൂട്ടിങ്ങിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുകയായിരുന്നു. അപ്പോൾ ആ ചെറിയൊരു ബ്രേക്ക് ഞാൻ മനഃപൂർവ്വം എടുത്തതാണ്. അത് ലൈഫ് ചേഞ്ചിങ് ആയി എനിക്ക്. എന്നുവെച്ചാൽ ഒരു സോളോ ട്രിപ്പ്,
അതിലും ഒരു പ്ലാൻഡ് അല്ലാത്ത സോളോ ട്രിപ്പ് എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് കാഠ്മണ്ഡുവിലേക്കുള്ള ടിക്കറ്റ് മാത്രം ബുക്ക് ചെയ്തുള്ളൂ. വേറെ ഒരു പ്ലാനിങ് ഒറ്റയ്ക്ക്. ഒരു ബാക്ക് പാക്ക് ഉണ്ട്, ഞാനുണ്ട്, പിന്നെ ഒരു ടിക്കറ്റ് ഉണ്ട് കാഠ്മണ്ഡുവിലേക്ക്, ഇത്ര തന്നെ. പിന്നെ അവിടെ നിന്ന് ഓരോ ദിവസമായിട്ട് ജീവിച്ച് ഞാൻ പ്ലാൻ ചെയ്താൽ പോലും ഇതിൻ്റെ പകുതി പോലും ആവില്ലായിരുന്നു. ഇത്ര മനോഹരമാവാൻ ഒരു വഴിയില്ല. അതിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് കാണിക്കുന്ന ഒരു ട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ, ഞാൻ ഓക്കെ ആയിരിക്കും, എന്ത് ചെയ്താലും അത് ശരിയാവും, നന്നായിരിക്കും.